ബി.ജെ.പി. പ്രതിനിധി ശ്യാം രാജ് കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ശ്യാം, ഈ SIR പ്രക്രിയയുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി തന്നെ വലിയ രീതിയിലുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വലിയ പ്രതിഷേധങ്ങൾ അതിനെതിരെ ഉയർന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോഴും സമയം, അത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സമയം ചൂണ്ടിക്കാട്ടിയായിരുന്നു ആദ്യം വലിയ പ്രതിഷേധം. ഇപ്പോൾ ഇതാ ഈ അന്തിമ വോട്ടർ പട്ടിക പുറത്തു വരുമ്പോൾ വലിയ രീതിയിൽ തിരുവനന്തപുരം മണ്ഡലം കേന്ദ്രീകരിച്ച് വോട്ടുകൾ വെട്ടിക്കുറച്ചിരിക്കുന്നു എന്ന വരുന്ന സാഹചര്യം, അത് നിങ്ങളുടെ A ക്ലാസ് മണ്ഡലമാണ് എന്ന സാഹചര്യം പല സംശയങ്ങൾക്കും ഇട നൽകുന്നതാണ്. അപ്പോൾ അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നതാണോ നിങ്ങൾ കരുതുന്നത്? എന്താണ് രേണുക സംശയം? എന്താണ്? ഞങ്ങൾ തന്നെ ഞങ്ങളുടെ വോട്ട് വെട്ടിക്കുറിച്ചു വന്നു. ഇതിനകത്ത് ഈ വാദങ്ങളൊന്നും കൊണ്ട് ഒക്കുന്നില്ലല്ലോ. ഈ കോൺഗ്രസ്സുകാർ ഇത്രയും കാലം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു? എനിക്കിപ്പോഴും നിങ്ങളുടെ സംശയം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങളുടെ വോട്ട് തന്നെ ഞങ്ങൾ വെട്ടിക്കുറിച്ചു വന്നു. എന്താണ് അതിനകത്ത് പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്? ഇവിടെ SIR-നെ ആദ്യം മുതൽ അനുകൂലിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഞങ്ങളാണ്. കാരണം വോട്ടർ പട്ടികയിൽ ശുദ്ധികലശം വേണം, മരിച്ചുപോയവരെയും ഇരട്ട വോട്ടുള്ളവരെയും അത്തരമുള്ള ആളുകളെയൊക്കെ മാറ്റണം എന്ന് ആദ്യമായിട്ട് തൊട്ട് തന്നെ ആവശ്യപ്പെടുന്ന ഒരു പാർട്ടി BJP ആണ്. അന്ന് കോൺഗ്രസും പ്രത്യേകിച്ച് കേരളത്തിലെ ചില മാധ്യമങ്ങളൊക്കെ പറഞ്ഞ എന്താ, ഇവിടെ വലിയ വോട്ട് കട്ടിങ് നടത്താൻ വേണ്ടി പോകുന്നു. ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച ആരോ CPM-ന്റെ പ്രതിനിധിയാണെന്ന് ബീഹാറിൽ വെട്ടിനിരത്തിന് നടത്തിയെന്നൊക്കെ പറഞ്ഞു. എന്ത് വെട്ടിനിരത്തിന്? ബീഹാറിൽ വെട്ടിനിരത്തിൽ നടത്തിയില്ല എന്ന് മാത്രമല്ല, അവിടെ ഇതും പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിച്ചുകൊണ്ട് ചെന്ന് രാഹുൽ ഗാന്ധിനെ CPM-നെയൊക്കെ അവിടുത്തെ ജനങ്ങൾ നിലം തൊടാതെ ഓടിച്ചു. അതായത് ഏകദേശം ഈ പരാതി, അതായത് SIR-ൽ നിന്ന് എത്ര 60 ലക്ഷത്തിലോളം വരുന്ന ആളുകളെ അതായത് ഇരട്ട വോട്ട് അങ്ങനെയൊക്കെ ആയിട്ട് മാറ്റപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരാതിയുമായിട്ട് ചെയ്യുന്നത് 2 ലക്ഷത്തോളം ആളുകളാണ്. ഈ 2 ലക്ഷം എന്ന് പറയുന്നത് ഈ ലിസ്റ്റിലുള്ള ആളുകളെ വീണ്ടും വെട്ടിക്കുറക്കണം എന്ന് പറയണം. അതായത് എന്റെ പേര് ഇതിനകത്ത് ഞാനിവിടെ ഉണ്ടായിട്ടും എനിക്ക് വോട്ട് ഉണ്ടായിട്ടും SIR-ൽ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞ് ബീഹാറിൽ ആകെ പരാതി കൊടുത്ത 36,000 പേരെന്താണ്. അന്ന് സുപ്രീം കോടതി ആ കാര്യം പ്രത്യേകം ചോദിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് ഉള്ള പേര് വെട്ടിക്കാനാണ് എത്ര തിടുക്കം എന്ന് ചോദിക്കുകയും ചെയ്തു. അതല്ലാതെ ഈ പൊട്ടിപ്പൊളിഞ്ഞ വാദങ്ങളൊക്കെ എന്തിനാ കൊണ്ടുവരുന്നത്? ഇനി ഇവര് CPM കോൺഗ്രസ് ഇത്ര നാളായിട്ട് പറഞ്ഞു വന്നതിനാ BJP SIR നടത്തുന്നു, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകളൊക്കെ വെട്ടിക്കുറയ്ക്കുന്നു എന്നായിരുന്നല്ലോ ഇവരുടെ ആരോപണം. ഇപ്പൊ ആരോപണം ഇല്ലാതായോ? ഇത് ഒരിടത്ത് ഉറച്ചു നിൽക്കുന്നത്. നിങ്ങൾ ഏതെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കും. നിങ്ങൾ ഒരു വശത്ത് പറയുന്നു ഞങ്ങള് കോൺഗ്രസിന്റെ CPM-ന്റെയും മുസ്ലിം വിഭാഗത്തിന്റെ ഒക്കെ വോട്ട് വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുകയും അങ്ങനെ സംഭവിച്ചിട്ടില്ല കേരളത്തില്. ഇപ്പൊ എനിക്ക് മുമ്പ് പറഞ്ഞിട്ടുള്ള ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും പ്രതിനിധികൾ പറയുമ്പോൾ തന്നെ അത്തരത്തിലുള്ള അവരുടെ പഴയ വാദമൊക്കെ എടുത്തു നോക്ക്. വെറുതെ ഗൂഗിൾ അപ്പൊ എനിക്ക് വെറുതെ സംസാരിക്കാതിരിക്കില്ലേ? എനിക്ക് മുമ്പ് ഗൂഗിളിൽ എടുത്തു നോക്കിയേ എന്തൊക്കെയാ രാഹുൽ ഗാന്ധി പറഞ്ഞതെന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ 2 ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഒന്ന്, വോട്ട് ചോരി പറഞ്ഞിട്ട് രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞു? ഹരിയാനയിൽ ഒരു വീട്ടിൽ തന്നെ 100-500 പേരൊക്കെ ഒരേ വീട്ടു നമ്പറിൽ വരുന്നു. BJP-യുടെ ജില്ലാ പരിഷത്തിന്റെ അധ്യക്ഷന്റെ വീട്ടു നമ്പറിൽ തന്നെ 60ഓളം വരുന്ന ആളുകൾ വരുന്നു എന്ന് വലിയ സംഭവമാക്കിയിട്ട് ആരോപണം ഉന്നയിക്കുക ഈ രാജ്യത്തെ മുഴുവൻ മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയിട്ട്. അതിന് റിസൾട്ട് എന്തായിരുന്നു? ആ പ്രദേശത്ത്, അത് കോൺഗ്രസിന്റെ കാലഘട്ടത്തിൽ, ഹരിയാന കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ആ പ്രദേശത്തെ കുറെ ആളുകളെ ഒരേ വീട്ടു നമ്പറിൽ ചേർത്തു, വോട്ടർ പട്ടികയിൽ ചേർത്തു. അങ്ങനെ ആ ആളുകൾ എല്ലാവരും കൊടുത്തു. പിന്നെ ഒരു വശത്ത് 500ഓളം പേരെ കൂട്ടി എന്ന് പറഞ്ഞൊരു കൂട്ടുകുടുംബം പരമ്പരാഗതമായിട്ട് വന്ന് താമസിക്കുന്ന ആളുകൾ, ആ പ്രദേശത്തെ ആളുകൾ മൊത്തം ഒറ്റ വീട്ടുപേരില് എല്ലാ കാര്യങ്ങളും അവിടെ രജിസ്റ്റർ ചെയ്തു. അങ്ങനെ വന്നു എന്ന് തെളിഞ്ഞിട്ടില്ലേ? ഇത് എവിടെ ഇവർ തെളിച്ചത്? ഇനി ഒരു കാര്യം കൂടി, മാലേഗാവ് സെന്ററിൽ, അത് രസകരമാണ്, നിങ്ങളൊന്ന് കേൾക്കണം. നമ്മൾ കേരളത്തിലെയാണ് ഇപ്പോൾ ചർച്ച ചെയ്തത്, അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഒരുപാട്. ബീഹാറിലെ കാര്യം എനിക്ക് മുമ്പുള്ള ആളുകൾ പറഞ്ഞല്ലോ. ബീഹാറിലെ കാര്യം എനിക്ക് മുമ്പ് ഇരുന്നിട്ട് കോൺഗ്രസിന്റെ CPM-ന്റെ ആളുകൾ പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഇതുകൂടെ പറഞ്ഞിട്ട് ഞാൻ കേരളത്തിലോട്ട് ഞാൻ വരാം. മാലേഗാവ് സെന്ററിൽ 20,000 വോട്ടോളം എക്സ്ട്രാ, അതായത് കള്ള വോട്ടുകൾ ചേർക്കപ്പെട്ടു എന്നാണ് കോൺഗ്രസ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ആ മാലേഗാവ് സെന്ററിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP എത്ര വോട്ടാണെന്ന് അറിയോ? 4,000 എന്തോ വോട്ടാ കിട്ടിയത്. കോൺഗ്രസ് 1,80,000 വോട്ടിന് ലീഡ് പിടിച്ചാൽ ഒറ്റ മണ്ഡലത്തിൽ നിന്നാ, ഒറ്റ നിയമസഭാ മണ്ഡലത്തിൽ നിന്നാ. അപ്പൊ 20,000 വോട്ട് കള്ള വോട്ട് ചേർക്കണേ, ആ വോട്ടൊന്നും ചേർത്താരാ? അപ്പൊ ഇങ്ങനെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാരണങ്ങളും ഇത് അടിസ്ഥാനരഹിതമല്ല, ഇവർ കൂട്ടിച്ചേർത്തതുമായിരിക്കാം, എന്തൊക്കെയോ വിളിച്ച് പറയുക എന്നുള്ളതല്ല. ഇതിനകത്ത് ലോജിക്ക് എനിക്ക് ഇപ്പോഴും പിടികിട്ടുന്നില്ല. അല്ല, ഇവിടുത്തെ ലോജിക്കിനെ കുറിച്ച് കൂടി ശ്യാം പറയൂ. നോക്കൂ, എങ്ങനെയാണ് ഈ നേമവും വട്ടിയൂർക്കാവും കഴക്കൂട്ടവും തിരുവനന്തപുരവും ഏറ്റവും കൂടുതൽ വോട്ട് വെട്ടിക്കുറയ്ക്കുന്ന മണ്ഡലങ്ങളാകുന്നത്? ആ വോട്ട് വെട്ടിക്കുറയ്ക്കുന്ന ഏറ്റവും കൂടുതൽ കുറയുന്ന മണ്ഡലങ്ങളും BJP-യുടെ A ക്ലാസ് മണ്ഡലങ്ങളും തമ്മിലാണ് ഏറ്റവും വലിയ സാമ്യം വരുന്നത് എന്നത് ഏത് സാഹചര്യത്തിലാണ്? അല്ല, അതാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് പറയൂ. നോക്കൂ, ഈ നേമം മണ്ഡലം എടുത്താൽ നമുക്കറിയാം, കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ ശക്തമായ മത്സരം നടന്ന മണ്ഡലമാണല്ലോ. 3949 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ V. ശിവൻകുട്ടി ജയിക്കുന്നത്.
വട്ടിയൂർക്കാവ് എടുത്താൽ 21,515 വോട്ടിന്റെ ഭൂരിപക്ഷം വി കെ പ്രശാന്തിനുണ്ടായിട്ടുണ്ട്. കഴക്കൂട്ടം എടുത്താൽ 23,497 വോട്ട്, തിരുവനന്തപുരം എടുത്താൽ 7,089 വോട്ട്. അപ്പോൾ അവിടെ ഭൂരിപക്ഷം നിർണയിച്ച വോട്ടിനേക്കാളും അധികം വോട്ട് അവിടെ നിന്ന് കുറയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. കേരളത്തിൽ മറ്റൊരിടത്തും ഇല്ലാത്ത സംഭവം അല്ലെങ്കിൽ തരത്തിൽ വോട്ട് വെട്ടിക്കുറയ്ക്കൽ ഈ മണ്ഡലങ്ങളിൽ നടക്കുന്നത് എന്തുകൊണ്ട് എന്നതാണ് എന്റെ സംശയം. എന്റെ സംശയത്തിന് മറുപടി പറഞ്ഞാൽ മതി. ഉദ്ദേശിക്കാൻ സാധ്യത ഒരുപക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾ കൂടുതൽ ആളുകളെ ചേർത്തുന്നതായിരിക്കുമല്ലോ, അല്ലെ? അതാണ് അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾ കൂടുതൽ ആളുകളെ ചേർക്കുകയാണോ അതോ മറ്റുള്ളവരുടെ ആളുകളെ വെട്ടിക്കുറയ്ക്കുകയാണോ? ഇതിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വ്യക്തത വരുന്നില്ലല്ലോ. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് റിസൾട്ട് വന്നാൽ മാത്രമേ മനസ്സിലാവൂ. ഇത് എങ്ങനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് എന്നത് റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ മനസ്സിലാവുകയുള്ളൂ. അതെ 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 ഇപ്പൊ അതന്നെ അതാണ് പ്രശ്നം. ഇവിടെ ഇതിനകത്ത് എന്താ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഒന്ന്, ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായത് എന്തോന്ന്, ഞങ്ങൾ ഭരിക്കുന്ന വാർഡുകളിൽ അല്ലെ, ഞങ്ങൾക്ക് സ്വാധീനമുള്ള വാർഡുകളിൽ വ്യാപകമായിട്ട് വോട്ടുകൾ കുറയപ്പെട്ടു എന്നോ അല്ലെങ്കിൽ ലിസ്റ്റിൽ നിന്ന് പേരുകൾ വെട്ടി മാറ്റപ്പെട്ടു എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. ഇനി എന്തായാലും കേരളത്തിൽ നിങ്ങൾ ഒരു മണ്ഡലത്തിലും ജയിച്ചിട്ടില്ലല്ലോ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണ നിങ്ങൾ എവിടെയും ജയിച്ചിട്ടില്ല. അപ്പോൾ മറ്റു പാർട്ടികളാണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് കിട്ടുന്ന വോട്ടുകൾ എവിടെയെങ്കിലും കുറഞ്ഞാലാണല്ലോ നിങ്ങൾക്ക് ഗുണം ചെയ്യുന്ന ഒരു സാഹചര്യം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക. അപ്പൊ പിന്നെ അത് ശരി, അപ്പൊ ഞങ്ങളുടെ വോട്ട് അതിന് പോകില്ലേ? അത് ഞങ്ങൾ ഇത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരാണ് കാണുക? തിരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രത്യേക ഉദ്യോഗസ്ഥരുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഉദ്യോഗസ്ഥർ വന്നിട്ട് ഓരോ വീടുകളിലും കയറിയിട്ടാണ് തെരഞ്ഞെടുപ്പിന്റെ ഈ SIR പേര് ചേർത്തത്. തെരഞ്ഞെടുപ്പ് SIR പേര് ചേർത്തത് ആരാ? ഞങ്ങളാണ്. BJPയുടെ പ്രവർത്തകരാണോ? കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തകരാണോ? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുവേണ്ടി പ്രത്യേക ഉദ്യോഗസ്ഥരുണ്ടോ? ഇല്ലല്ലോ. നമ്മുടെ നാട്ടിൽ തന്നെ സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ഈ സംസ്ഥാനം ഭരിക്കുന്ന കീഴിലുള്ള സർക്കാർ ജീവനക്കാരും അംഗനവാടി ഉദ്യോഗസ്ഥരെ പോലുള്ള ആളുകളും അങ്ങനെയുള്ള ആളുകളാണല്ലോ ഈ SIR ചേർക്കാൻ വേണ്ടിട്ട് വന്നിട്ടുള്ളത്. ആ ആളുകൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പേര് വിട്ടു. കേരളത്തിലെ ഏറ്റവും വലിയ സർവീസ് സംഘടനകൾ ആരാ? ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങളും സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഏത് സംഘടനയുടെ കീഴിലാണ്? ഞങ്ങളുടെ കീഴിലാണോ? ഇത് പറയുന്നതിന് ലോജിക്ക് വേണ്ട. ഇത് ഒന്ന് ഒരു സ്വതന്ത്ര ബോഡിയാണ് ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. പോട്ടെ, ഇനി കേന്ദ്ര സർക്കാർ നോക്കിയെന്ന് തന്നെ നിങ്ങളുടെ ഒരു വാദം അംഗീകരിച്ച് അത് യുക്തിയില്ലെങ്കിൽ പോലും അംഗീകരിച്ചു തന്നെ വെച്ചോ. ഇത് നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന ആളുകളാരാ? ഈ SIR-ഉമായിട്ട് എന്റെ വീട്ടിലേ വന്നില്ല. ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ഹാളിൽ പോവുക ചെയ്തേ. അതെന്തായാലും BJP-ക്കാരല്ല. അവിടുത്തെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയാണ് വന്ന് ചോദിച്ചത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രേണുവിന്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പാനലിസ്റ്റുകൾ എല്ലാ വീടുകളിലും വന്നിട്ടുള്ള എങ്ങനെയാണ്? അവരെ ഞങ്ങൾ അങ്ങനെ സ്വാധീനിക്കുകയാണ്. ഞങ്ങൾ സ്വാധീനിക്കും. കേരളത്തിലെ സംസ്ഥാന സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ വന്ന് ഇതെല്ലാം ചെയ്തത്. ഒന്നുകിൽ അവർക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്. അത് എനിക്കറിയില്ല, ഇത് കൃത്യമായിട്ട് പഠിച്ചെങ്കിലേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ മനസ്സിലാക്കുന്നത് ഒന്നുകിൽ അവർക്ക് തെറ്റിയിട്ടുണ്ട്, അതല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ BJP എന്താണ് കരുതുന്നത്? ഈ നിങ്ങൾ പ്രതീക്ഷ നിൽക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ട് കുറയുമ്പോൾ അല്ലെങ്കിൽ ഈ രീതിയിൽ കുറയുമ്പോൾ അത് അവിടുത്തെ മത്സരത്തെ ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കുമെന്ന് BJP കരുതുന്നുണ്ടോ? അത് നോക്കണം തീർച്ചയായിട്ടും രേണു. അതെങ്ങനെയാണ് അതിന്റെ വോട്ടിന്റെ പാറ്റേൺ പോയി? അങ്ങനെ അത് ഇലക്ഷന് ശേഷം മാത്രമല്ലേ പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നിങ്ങൾ സാധ്യത വെക്കുന്ന മണ്ഡലത്തിൽ നിങ്ങൾ സാധ്യത വെക്കുന്ന മണ്ഡലത്തിൽ നിങ്ങളും ഈ പ്രക്രിയയുടെ ഭാഗമായി ജാഗ്രത പുലർത്തിയിരുന്ന മണ്ഡലങ്ങളിൽ വോട്ട് കുറയുമ്പോൾ നിങ്ങളുടെ സാധ്യതയാണ് ബാധിക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരാശങ്ക ഉണ്ടാകേണ്ടതല്ലേ? അല്ല, ഞങ്ങൾക്ക് ആശങ്ക ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും. അതാണ് ഞങ്ങളുടെ വോട്ടാണോ അതിൽ നിന്ന് മാറ്റപ്പെട്ടുള്ളത്. താങ്കൾ ഇവിടെ ഇത്രയും നേരം സംസാരിച്ചിട്ട് യാതൊരു ആശങ്കയും ഞാൻ കേട്ടില്ല. ഇപ്പൊ എന്റെ ആശങ്ക കേട്ടല്ലോ. ഇത് പറഞ്ഞു വരാം രേണു. ഇതിനകത്ത് പ്രശ്നം അറിയോ? അതിനകത്ത് വിഷയം എന്താ അറിയോ? ഒന്ന്, ഈ കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും അതോടൊപ്പം തന്നെ ചില മാധ്യമ പ്രവർത്തകരുടെയും കള്ളത്തരം മൊത്തം ഒന്നാമത് പൊളിഞ്ഞു വീണു ഇവിടെ. അതാണ് എന്റെ പ്രശ്നം. കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒന്നാമതായിട്ട് എനിക്ക് മുമ്പേ പറഞ്ഞ രണ്ടുപേരും പറഞ്ഞത് ഞങ്ങൾ അല്ലെങ്കിൽ ഇതുവരെ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരുപക്ഷെ രേണുക്ക് അടക്കമുള്ള ആളുകൾ വലിയ രീതിയിൽ ഒരു അജണ്ട സെറ്റ് ചെയ്തോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ടോ പറഞ്ഞത് SIR-നെ ഉപയോഗിച്ചിട്ട് വ്യാപകമായിട്ട് കോൺഗ്രസിന്റെയും CPM-ന്റെയും അതോടൊപ്പം തന്നെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളുടെ വോട്ട് വെട്ടിക്കുന്നായിരുന്നു. അങ്ങനെ ഒരു ആരോപണം ഇപ്പൊ അവർക്കുണ്ടോ? ഇല്ലല്ലോ. അതാണ് എന്റെ ഒന്നാമത്തെ ചോദ്യം. അതായത് ഇത്ര നാളും നിങ്ങൾ പറഞ്ഞു വന്ന നുണക്കഥകളെല്ലാം ഇപ്പൊ പൊളിഞ്ഞു കൊണ്ടുണ്ട്. അതാണ് എന്റെ ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്, ഇനി നിങ്ങൾ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് സ്വാധീനമുള്ള ഇടങ്ങളില് വോട്ട് ലിസ്റ്റിൽ നിന്ന് വ്യാപകമായിട്ട് വലിയ രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ട്. ഞങ്ങളിത് പരിശോധിക്കും. അത് ഞങ്ങൾക്ക് ആശങ്കയുണ്ട്. ഞങ്ങൾക്കതിനകത്ത് ഒരു സംശയമില്ല കാര്യത്തിൽ. പക്ഷേ ഇതിന് അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ ഇത്ര കാലം പറഞ്ഞു വന്നതെന്നാണ്. അതാണ് പ്രശ്നം.
ഇപ്പോ ആ സ്റ്റാൻഡിൽ നിന്ന് ഇവർ മാറിയിട്ടുണ്ടോ? ഇടതുപക്ഷവും കോൺഗ്രസും കേരളത്തിലെ മാധ്യമങ്ങളും ആ സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ടുണ്ട്. കേരളത്തിലെ അല്ലെങ്കിൽ രാജ്യത്തെ എന്തായിരുന്നു കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും SIR-നെ കേരളത്തിൽ എതിർക്കാൻ വേണ്ടിയിട്ടുള്ള കാരണം എന്തായിരുന്നു? ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഷാക്കിർ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. ഷാക്കിർ, നോക്കൂ, തെക്കൻ കേരളത്തിൽ വലിയ രീതിയിൽ വോട്ട് കുറയുമ്പോൾ പക്ഷേ സമാനമല്ല വടക്കൻ കേരളത്തിലെ സാഹചര്യം എന്ന് കാണാം. അവിടെ പല മണ്ഡലങ്ങളിലും വോട്ട് കൂടുന്ന ഒരു സാഹചര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.